ചാപ്റ്ററിനകത്ത് ഏറ്റവും ഗംഭീരമായ ഒരു ടോപ്പിക് ബേസ് തിയറം. എല്ലാവർക്കും അറിയാമായിരിക്കും, +2 ക്ലാസ്സിനകത്ത് ബോർഡ് എക്സാമിന് നിരന്തരമായിട്ട് 4 മാർക്കിന്റെ ഒരു ചോദ്യം വരുന്ന ഭാഗം മറ്റൊന്നുമല്ല, അത് ബേസ് തിയറമാണ്. സോ ബേസ് തിയറത്തിലെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ, അതായത് എക്സാമിന് ഇത്ര കാലം ചോദിക്കാത്ത, എന്നാൽ ഇതിന്റെ ഒരു മിനി വേർഷൻ ആണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഹയർ വേർഷൻ ഞാൻ വേണ്ടി പോകുന്നു. ഹയർ വേർഷൻ എന്ന് തന്നെ ഞാൻ പറയും. ഇതിനോടൊപ്പം തന്നെ ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം. അങ്ങനെ ഗംഭീരമായ 2 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ടാകും. ഈ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇന്നത്തെ ക്രാക്ക് NCERT-യിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായിട്ട് നോക്കുമ്പോൾ എല്ലാവരും കാണുക ഗംഭീരമായ ചോദ്യം. NCERT ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. NCERT ബുക്കിനകത്ത് എക്സസൈസിലെ ഒരു ചോദ്യമാണ് ഇവൻ. എല്ലാവരും കാണുക. A card from a pack of 52 is lost. മൊത്തം 52 കാർഡുണ്ട്. ഈ കാണുന്ന 52 കാർഡിലെ ഒരു കാർഡ് നഷ്ടപ്പെട്ടു, പോയി. ഏതോരുത്തും പോയിട്ടാ അറിയില്ല. From the remaining cards of pack, 2 cards are drawn and are found to be both diamond. ബാക്കിയുള്ള 51 കാർഡിൽ നിന്ന് ഞാൻ 2 കാർഡ് എടുത്തു. 2 കാർഡും എന്താ മക്കളെ? ഡയമണ്ട് ആണെന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ find the probability of the lost card being diamond. അങ്ങനെയാണെങ്കിൽ ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആകാനുള്ള ചാൻസ് എത്ര എന്നാണ് ചോദ്യം. ഇവിടെ എന്താണ് ഗിവൺ? നമ്മൾ 2 കാർഡ് എടുത്തു. ഈ കാണുന്ന 2 കാർഡും ആരാ? ഡയമണ്ട് ആണ്. ബോത്ത് കാർഡ്സ് ആർ ഡയമണ്ട്. ഇതാണ് നമുക്ക് ഗിവൺ, അഥവാ സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ്. എന്താണോ ഗിവൺ അല്ലെങ്കിൽ എന്താണോ സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ്, അതാണ് നമുക്ക് ഈ എന്ന് പറഞ്ഞാൽ. സോ എന്താണ് ഗിവൺ? അതാണ് ഈ. ഇവിടെ ഗിവൺ ആരാണ്? two cards are drawn and found to be diamond. So E എന്ന് പറഞ്ഞ event. Let E be the event. Let E be the event of drawing 2 diamond cards. Let E be the event of drawing 2 cards such that both the cards are diamond. എന്ന് എഴുതാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി E1 E2 ലാസ്റ്റ് സെന്റൻസ് വായിക്കാം. എന്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ദി ലോസ്റ്റ് കാർഡ് ബീങ് ഡയമണ്ട്. ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആവുക, അതിന്റെ ചാൻസ്, അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണ്ടേ. സോ E1 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലെറ്റ് E1 be the event of lost card being diamond. Lost card being diamond. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഡയമണ്ട് ആകാം, അതുമല്ലെങ്കിലോ ഡയമണ്ട് ആയിരിക്കില്ല. സോ 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് ഡയമണ്ട് ആകും, അല്ലെങ്കിൽ ഇത് ഡയമണ്ട് ആകില്ല. സോ E2 എന്ന് പറഞ്ഞ ഇവന്റ്, ലോസ്റ്റ് കാർഡ് ഇസ് നോട്ട് എ ഡയമണ്ട്. ലോസ്റ്റ് കാർഡ് ഈസ് നോട്ട് എ ഡയമണ്ട്. അങ്ങനെ നമുക്ക് മൊത്തം 2 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. എന്താ കാണാൻ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ്, ഫൈൻഡ് P of lost card being diamond. Probability of lost card being diamond. Probability of even കാണണം. Given that drawn cards are diamond. Given that drawn cards are diamond. ഞാൻ എടുത്ത 2 കാർഡും ഡയമണ്ട് ആണെങ്കിൽ ലോസ്റ്റ് ആയ കാർഡ് ഡയമണ്ട് ആകാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദ്യം. അതായത് പ്രോബബിലിറ്റി ഓഫ് ലോസ്റ്റ് കാർഡ് ബീങ് ഡയമണ്ട്. Given that the both cards which are drawn is a diamond card. കഴിഞ്ഞു. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് ചോദ്യമാണ്, എല്ലാവരും മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഞാൻ നേരത്തെ തന്നെ ഈ കാണുന്ന ഫോർമുല എഴുതാൻ വേണ്ടി പോകുന്നു. ഇവിടെ ഈവൻ ഗിവൺ ആയതുകൊണ്ട് നേരെ തിരിക്കുക, ഉൾട്ട അടിക്കുക. E given E1, probability of E given E1 into P of E1. താഴെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ പ്രോബബിലിറ്റി എഴുതുക, which means P of E given E1 into P of E1 plus P of E given E2 into P of E2. E1ന്റെയും E2ന്റെയും എല്ലാവരുടെയും എഴുതി. ഇവിടെ കണ്ടുപിടിക്കേണ്ട ആൾക്കാർ ആരാണ് വെച്ചാൽ P of E1 കാണണം, P of E2 കാണണം, P of E given E1 കാണണം, P of E given E2 കാണണം. 4 പേരെ കാണണം. സോ P of E1 and P of E2 നോക്കാം. E1 ഉണ്ട്, P of E2 ഉണ്ട്. എന്താ മക്കളെ E1? ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആകാനുള്ള ചാൻസ് എത്ര? ചോദ്യം. അപ്പൊ മൊത്തം നമുക്ക് 52 കാർഡ്. ഈ 52 കാർഡിലെ എത്ര ഡയമണ്ട് കാർഡ്സ് നമ്മൾക്കുണ്ട്? അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ എത്രയാണ്? മൊത്തം നമുക്കറിയാം 13 ഡയമണ്ട് കാർഡ്സ് ഉണ്ട്. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 13 ഡിവൈഡ് ബൈ ടോട്ടൽ
52. The answer is 1/4. So P of even എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, അത് 1 divided by 4 ആണ്. 1/4 ആണ്. മനസ്സിലാക്കണം എല്ലാവരും തന്നെ ഈ ഒരു കോൺസെപ്റ്റ്. മൊത്തം 52 കാർഡിൽ നിന്ന് ഡയമണ്ട് നഷ്ടപ്പെടാനുള്ള ചാൻസ് എത്ര? നമ്പർ ഓഫ് ഫേവറബിൾ. എല്ലാവരും നോക്കുക, മൊത്തം എത്ര ഡയമണ്ട് കാർഡ്സ് ഉണ്ട്? 13 എണ്ണം. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡയമണ്ട് കാർഡ്സ്, സോറി ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52. So 13/52, the answer is 1/4. And P of E2 എന്ന് പറഞ്ഞാൽ probability of losing a non-diamond card. Non-diamond കാർഡ് നഷ്ടപ്പെടാനുള്ള ചാൻസ് എത്ര? അപ്പൊ എല്ലാവരും ആലോചിക്കാൻ, നമ്പർ ഓഫ് നോൺ ഡയമണ്ട് കാർഡ്സ് 52 13 കുറച്ച് കഴിഞ്ഞാൽ 39 നോൺ ഡയമണ്ട് കാർഡ്സ് ഉണ്ട്. നോൺ ഡയമണ്ട് കാർഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52. ദി ആൻസർ ഇസ് 3/4. സോ P of E1 കിട്ടി, P of E2 കിട്ടി. ഇനി P of E given E1 ഉം P of E given E2 ആണ്. ഇതാ വേണ്ടത്. സംശയം ഉണ്ടോ? ഒന്നും ആലോചിക്കേണ്ട, സെന്റൻസ് നല്ല രീതിക്ക് എഴുതാം. പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഇ എന്ന് പറഞ്ഞാൽ ഡ്രോ ചെയ്യണ 2 കാർഡും ഡയമണ്ട് ആയിരിക്കാം. ഗിവൺ ദാറ്റ് ഈവൺ എന്താ? ലോസ്റ്റ് കാർഡ് ഡയമണ്ട്. എല്ലാവരും ആലോചിക്കാം, ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എടുക്കുന്ന 2 കാർഡും ഡയമണ്ട് ആകാനുള്ള ചാൻസ് എത്ര? ചിന്തിക്കാം. ഇവിടെ ഫോർമുല മാറ്റില്ല. ഫോർമുല നമ്പർ ഓഫ് ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നോക്കാം. സോ നമ്പർ ഓഫ് ഫേവറബിൾ എല്ലാവരും നോക്കാം. മൊത്തം 13 ഡയമണ്ട് കാർഡ്സ് ഉണ്ട്. ഈ കാണുന്ന മൊത്തം 13 ഡയമണ്ട് കാർഡ്സിലെ നഷ്ടപ്പെട്ട കാർഡ് ഡയമണ്ട് ആണെന്നറിയാം. സോ 13 നിന്ന് 1 കുറച്ചു, 12 ഡയമണ്ട് കാർഡ്സ് ആണ് നമുക്ക് നിലവിൽ ബാക്കിയുള്ളത്. അതാണ് കീ. ഓക്കെ, സോ ലോസ്റ്റ് കാർഡ് ഗിവൺ എന്താ? ഗിവൺ എന്ന് പറയുന്നത് ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആണ്. സോ മൊത്തം നമുക്കറിയാം 13 ഡയമണ്ട് കാർഡ് ഉണ്ട്. അതിലെ 1 കാർഡാണ് നഷ്ടപ്പെട്ടത്. 52-ലെ 1 പോയി. ആ കാണുന്ന പോയ കാർഡ് ആരാ? ഡയമണ്ട് ആണ്. സോ ബാക്കിയുള്ള നമുക്ക് എത്ര മക്കളെ? 12 ഡയമണ്ട് കാർഡ്സ്. ഈ കാണുന്ന 12 കാർഡിൽ നമുക്ക് എന്താണ്? 2 പേരെ വേണം. സോ 12-ൽ നിന്ന് 2 പേരെ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? എത്ര വേസിൽ പോസിബിൾ ആണ്? 12C2 വേസിൽ. 12-ൽ നമുക്ക് 2 പേര് വേണം. 12C2 വേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. മൊത്തം നമുക്ക് 1 പോയി കഴിഞ്ഞാൽ 51 കാർഡ് ഉണ്ട്. ഈ കാണുന്ന 51-ലെ വേണം നമുക്ക് 2 പേരെടുക്കാൻ വേണ്ടി. സോ 51C2 വേസ്. ബസ് ക്ലോസ് ചെയ്തോളൂ. P of E given E2 എഴുതാം. പ്രോബിലിറ്റി ഓഫ് drawn cards are diamond, given that lost card is a non-diamond. അപ്പോൾ നഷ്ടപ്പെട്ട കാർഡ് നോൺ ഡയമണ്ട് ആണ്. ഒരു കാർഡ് പോയി, അതാരാ? ആ ഡയമണ്ട് അല്ല. അങ്ങനെയാണെങ്കിൽ ഡയമണ്ട് കാർഡ് എടുക്കാനുള്ള ചാൻസ് മക്കളെ, നഷ്ടപ്പെട്ട കാർഡ് ഡയമണ്ട് അല്ലെങ്കിൽ എന്റെ ചോദ്യം മാത്രമാണ്, നമുക്ക് ഇപ്പോൾ എത്ര ഡയമണ്ട് കാർഡ്സ് ഉണ്ടാകും? മാറ്റമില്ല, 13. കാരണം വേറെ ഏതോ പോയി, സ്പേഡോ ക്ലബ്സോ ആരോ പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർ പോയി കഴിഞ്ഞാൽ ഡയമണ്ട് മാറോ? ഡയമണ്ട് ഒന്നും മാറില്ല. ഡയമണ്ട് ഇപ്പൊ എന്താ? 13 എണ്ണം തന്നെയുണ്ട്. സോ ഈ കാണുന്ന 13-ലെ 2 പേരെ വേണം. നമുക്കറിയാം 13-ൽ 2 പേര് നമുക്ക് 13C2 വേസിൽ എടുക്കാൻ പറ്റും. 13 2 പേര് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ എത്ര കാർഡുണ്ട്? ഏതോ ഒരെണ്ണം പോയിട്ടുണ്ട്, ആരോ പോയി നമുക്കറിയില്ല. ആര് 1 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മൊത്തം 52 കാർഡ്സ് ഉണ്ട്. അതിൽ 1 പോയി, ബാക്കി 51 കാർഡ്സ്. ഈ കാണുന്ന 51-ൽ 2 പേരെ വേണം. 51C2. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നേരത്തെ ആൻസർ അല്ല, എല്ലാ പ്രോബിലിറ്റീസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ P of E given E1 12C2 divided by 51C2 into P of E1 1/4 divided by P of E given E1 നമുക്കറിയാം 12C2 divided by 51C2 into P of E1 1/4 plus P of E given E2, it is 13C2 divided by 51C2 into P of E2. P of E2 എന്ന് പറഞ്ഞാൽ മക്കളെ അത് 3/4 ആണ്. എല്ലാത്തിന്റെയും താഴെ 4/4.
ഞാൻ ക്യാൻസൽ ചെയ്തു. എല്ലാത്തിൻ്റെ താഴെ നമുക്ക് എന്തുണ്ട്? 51 C2 ഉണ്ട്, ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളവനെ മാത്രം എടുത്ത് എഴുതുക. സോ 12 C2 ഡിവൈഡഡ് ബൈ 12 C2 ഡിവൈഡഡ് ബൈ ബാക്കി എന്തുണ്ട്? 12 C2 പ്ലസ് 13 C2 ഇൻറ്റു 3. 12 C2 പ്ലസ് 13 C2 ഇൻറ്റു 3. ക്ലാസ് എല്ലാവർക്കും അറിയാം. 12 C2 എന്ന് പറഞ്ഞാൽ അത് 12 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഹോൾ ഡിവൈഡഡ് ബൈ 12 C2 12 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 പ്ലസ് 13 C2 13 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇതാ എല്ലാത്തിൻ്റെയും താഴെ 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 ഞാൻ ക്യാൻസൽ ചെയ്തു. എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്? ഇതാ 12 12 12 ഞാൻ ക്യാൻസൽ ചെയ്തു. എല്ലാത്തിനും ഉണ്ട്, ഞാൻ വിട്ടുകളഞ്ഞു. ബാക്കിയുള്ളത് മാത്രം എടുത്ത് എഴുതി. അപ്പൊ എന്ത് കിട്ടും മക്കളെ? 11 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? 11 കൊള്ളാം പ്ലസ് 13 ഇൻറ്റു 3. ഓക്കെ, ഒരു 13 ഇൻറ്റു 3 ഉണ്ട്. ഇറ്റ് ഇസ് സെയിം ആസ് 39. സോ ദി ആൻസർ ഇസ് ക്ലാസ് 11 ഡിവൈഡഡ് ബൈ 50. ഇതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ നേരെ തന്നെ പോകുന്നു അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. ഇത് എല്ലാവർക്കും ഈ ഒരു ചോദ്യം അതിഗംഭീരമായിട്ട് മനസ്സിലായി. ഇത് നമ്മൾ എക്സാമ്പിൾ ചോദ്യമാണിത്. പണ്ട് ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യവുമാണ്. എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഇവൻ നോക്കാം. എ മാൻ ഇസ് നോട്ട് ടു സ്പീക്ക് ട്രൂത്ത് 3 out of 4 times. അതായത് ഞാൻ 4 ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആളതിലെ 3 സത്യം പറയും, ഒരെണ്ണം നുണ പറയും. അപ്പൊ 3 സത്യം 1 നുണ എന്നാണ് 3 out of 4 times മീനിങ്. അപ്പൊ 4 ചോദ്യമുണ്ട്. ഞാനത് നിങ്ങളോട് 4 ചോദ്യം ചോദിച്ചു. 4 നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ 4 3 സത്യം പറഞ്ഞു, 1 നുണ. ഓക്കെ, അച്ഛന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇത് 3 സത്യം പറഞ്ഞു. കാമുകിയുണ്ടോ, നുണ പറഞ്ഞു. ആയിട്ടാണ്. അപ്പൊ അതേപോലെ തന്നെ 4 സത്യം, 1 നുണ. ഹി നോസ് എ ഡൈ and reports that it is a 6. Okay. Find the probability that it is actually 6. അപ്പോൾ ആളിങ്ങനെ ഈ ഒരു മനുഷ്യനാണോ, ആളൊരു ഗെയിം കളിക്കാൻ പോവാം. എന്താ, നമ്മുടെ ഡൈസ് അറിയാം, ആൾ ഡൈ എറിഞ്ഞു. എന്നിട്ട് ആള് വിളിച്ചു പറഞ്ഞു, അശാൻ കിട്ടി. എന്ത് കിട്ടി? 6 കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആള് സത്യം പറയാനുള്ള ചാൻസ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ലാസ്റ്റ് സെന്റൻസ് അതാണ് ഈ സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ് നടന്ന കാര്യം. ആൾ ഡൈ എറിഞ്ഞു ആൻഡ് റിപ്പോർട്ട് ദാറ്റ് ഇറ്റ് ഈസ് എ 6. E. Let E be the event that the man throws the die and report it as a 6. E. Event of throwing a die and reporting it as 6. Even meet. Last sentence വായിക്കാം. എന്താ? Find the probability that it is actually 6. ശരിക്കും 6 ആവുക. അപ്പൊ 2 ഓപ്ഷൻ ഉള്ളൂ. എന്താ? ഒന്നുകിൽ ശരിക്കും 6 ആണ്, അല്ലെങ്കിലോ ശരിക്കും 6 ആവില്ല. ഇപ്പൊ ഈ എന്ന് പറയുന്നത് ആക്ച്വലി 6ഉം ആൻഡ് ആക്ച്വലി നോട്ട് എ 6. ഇതാണ് ഐറ്റം. എന്താ കണ്ട മക്കളെ? പ്രോബിലിറ്റി ഓഫ് ആക്ച്വലി 6 ആവാനുള്ള ചാൻസ് കാണണം. given that he report it as 6. So probability of E given E1 into P of E1 divided by the total P of E given E1 into P of E1 plus P of E given E2 into P of E2. So P of E given E1 ഉം P of E1 ഉം വേണം. ആലോചിക്കാം, ആരാണ് P of E1, ആരാണ് P of E2? എന്താ E1 ഉം E2? E1 എന്ന് പറയുന്നത് 6 കിട്ടാനുള്ള ചാൻസ്, E2 6 കിട്ടാതിരിക്കാനുള്ള ചാൻസ്. സോ 6 കിട്ടാനുള്ള ചാൻസ് മൊത്തം നമുക്കറിയാം. നമ്പർ ഓഫ് ഫേവറബിൾ, ഈ കാണുന്ന ഡൈസിനകത്ത് ഒരു 6 മാത്രമേ ഉള്ളൂ. സോ നമ്പർ ഓഫ് ഫേവറബിൾ 1 ഡിവൈഡഡ് ബൈ മൊത്തം എത്ര കൊടുക്കുന്നുണ്ട്? ഒരു ഡൈ എറിയുമ്പോൾ 6 പേര്, 1/6. സോ 6 കിട്ടാതിരിക്കാൻ 6 അല്ലാത്ത എത്ര പേരുണ്ട്? 5 പേര്. ഡിവൈഡ് ബൈ ടോട്ടൽ 6, 5/6 അവസാനിച്ചു. P of E1 കിട്ടി, P of E2 കിട്ടി. ഇനി P of E given E1 വേണം, P of
E given E21. So probability of E എന്ന് പറയുന്നത് ആരാണ്? E എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ഇറ്റ് ആസ് 6. റിപ്പോർട്ടിംഗ് 6 ഞാൻ ചെറുതാക്കി എഴുതിട്ടോ. റിപ്പോർട്ടിംഗ് 6. Given that actually 6. എന്താ മീനിങ്? ശരിക്കും 6 കിട്ടി. ശരിക്കും കിട്ടിയ എന്താണ്? 6 കിട്ടി. ആള് എന്നിട്ട് വിളിച്ചു പറഞ്ഞു 6 കിട്ടിയെന്ന്. അതേത് കേസാ? ഓക്കെ, ഞാൻ ഡൈ എറിഞ്ഞു, എനിക്ക് 6 കിട്ടി, ഞാനിവിടെ വിളിച്ചു പറഞ്ഞു ആശാൻ 6 കിട്ടിന്ന്. അതായത് ഞാൻ ആളോട് സത്യം പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞതാ, ഞാൻ സത്യം വിളിച്ചു പറയാ. 6 കിട്ടിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ സത്യം വിളിച്ചു പറയുന്നു. സത്യമാണ് ഞാൻ പറയുന്നത്. സത്യം പറയാനുള്ള ചാൻസ് നമുക്കറിയാം 3 out of 4 ടൈം ഞാൻ സത്യം പറയും. അതായത് 3 വട്ടം സത്യം പറയും. മൊത്തം 4 കേസിൽ ദി പ്രോബിലിറ്റി ഈസ് 3/4. അതാണ് മീനിങ് തന്നെ കേട്ടോ. 4-ൽ 3 സത്യം പറയുന്നു പറഞ്ഞാൽ which means the probability is 3/4. സത്യം പറയാനുള്ള ചാൻസ് 3/4 ആണ്. കഴിഞ്ഞു. And P of E given E2. So probability of reporting 6 given that not 6. അതായത് ഞാൻ ഡൈ എറിഞ്ഞു, എനിക്ക് കിട്ടിയത് 2 കിട്ടി. 2. പക്ഷെ നമുക്ക് തോക്കാൻ പറ്റൂല. ഞാൻ വിളിച്ചു പറഞ്ഞു ആശാൻ 6 എന്ന് പറഞ്ഞു. കള്ളക്ലാശന്മാരാ. അപ്പോ ഈ കാണുന്ന കളകൾ എടുക്കുന്നു. നോണ പറഞ്ഞു, പച്ച നോണ. 2 കിട്ടി 6 എന്ന് പറഞ്ഞു. നോണ പറഞ്ഞു. ഞാൻ നോണ പറയാനുള്ള ചാൻസ് എത്രയാ മക്കളെ? 3 വട്ടം സത്യം, 1 വട്ടം നോണ. സോ നമ്പർ ഓഫ് ഫേവറബിൾ നോണ 1 വട്ടം ഡിവൈഡ് ബൈ ടോട്ടൽ 1/4. ഇതാണ് ആൻസർ. സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാവരും തന്നെ. സോ P of E given E1 3/4 into P of E1 1/6 whole divided by P of E given E1 3/4 into P of E1 1/6 plus P of E given E2 1/4 into P of E2 5/6. എല്ലാത്തിൻ്റെയും താഴെ 6, എല്ലാത്തിൻ്റെയും താഴെ 4. ബാക്കിയുള്ള ആൾക്കാരെ മാത്രം എഴുതുക. 3 into 1 3 divided by 3 into 1 3 plus 5 into 1 5. 3 plus 5. The answer is 3/8. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. സോ എല്ലാവർക്കും ഈ കാണുന്ന 2 ക്വസ്റ്റ്യൻസും അത് ഗംഭീരമായിട്ട് മനസ്സിലായി. നിങ്ങളുടെ എല്ലാവരും ഈ ഒരു ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഞാൻ മുമ്പ് ചെയ്ത ചോദ്യമായിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ചോദ്യമാണത്. എല്ലാവരും ഇതിന്റെ ചോദ്യം ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഗൈസ് ബൈ, താങ്ക് യു ഓൾ ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് എക്കെ ഫ്രം സൈലന്റ് ലേണിംഗ്. നമുക്ക് ഇതേപോലത്തുള്ള രസകരമായ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറയുന്നു. ബൈ.